വഴിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ തടഞ്ഞു നിർത്തി. അപ്പോൾ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്തിട്ട് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനായിട്ട് വന്നു. വൈഫിന് ആപ്പാടെ പ്രശ്നമായി. ഇപ്പോഴും മറക്കത്തില്ല, ഞാൻ തിരുമ്പാന്ന് തിരിഞ്ഞു നോക്കിയതാണ്. അപ്പം ഇങ്ങനെ അതും ആ സമയത്ത് സിനിമകളൊന്നും ചെയ്യാത്തൊരു സമയമാണ്. അതൊരു ടീനേജ് പെൺകുട്ടി. അമരം എന്ന് പറഞ്ഞ പടം എത്ര 17 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. വൈശാലി 40 ദിവസം. പൊന്നിയിൻ സെൽവം എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെന്നറിയാം? പാർട്ട് 1 and 2 125 days. ഞാനിപ്പോഴും അത്യാവശ്യം 2 ആക്ഷനും 3 ആക്ഷനുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അത് ഇങ്ങനെയുള്ള മൂമെന്റ്സ് ആയിരിക്കും എല്ലാം. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് കൊണ്ട് എന്ത് കോമാളിത്തരം വേണം നമുക്ക് കാണും. ഞാൻ ശരിക്കും ഒരു കോമാളിയാണ് ജീവിതത്തിൽ. അല്ല, ഞാൻ ബേസിക്കലി വളരെ സെറ്റിൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ആളാണ്. വെറുതെ ആവശ്യമില്ലാതെ ഫേസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമാളികൾ കാണിക്കും, കൈയും കാലും എടുത്ത് ഇങ്ങനെ. കൺവെൻഷണൽ വേ ഓഫ് പെർഫോമൻസ് ഞാൻ ഒരിക്കലും ഫോളോ ചെയ്യാറില്ല. വെള്ളവടി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂർത്തടി ഇല്ലായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും തരണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ തന്നെ പോകാൻ തരുന്നുണ്ട്. ചേട്ടാ, എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ 1993, 94, 95 കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. 7-8 സിനിമകളിൽ തുടർച്ചയായിട്ട് അഭിനയിച്ചതിന്റെ സമയമുണ്ട്. ആ സമയത്തൊക്കെ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്കായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്? അതേ കൂടെ ഒരു മാനേജർ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെയോ ഈ ടീനേജ് പ്രായമാണ്, അധികം പ്രായമില്ല, അപ്പം ഈ ക്യാഷ് അത്യാവശ്യം വരുന്നുണ്ട് ഇത്രയും സിനിമകളിൽ അഭിനയിക്കുമ്പം, സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടൻ ഹാൻഡിൽ ചെയ്യേണ്ടത്? അച്ചടക്കം, ഫിനാൻഷ്യലി അല്ലെങ്കിൽ അച്ചടക്കമുള്ള രീതിയിലാണ്, സാമ്പത്തിക അച്ചടക്കം ഉള്ള ഒരു ചെറുപ്പകാലമായിരുന്നു? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ഓൾറെഡി നല്ല ഡിസിപ്ലിൻഡ് ആയിരുന്നത് കൊണ്ട്, അതായത് മാർഷൽ ആർട്സ്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പം പൂനെ യൂണിവേഴ്സിറ്റി വോളിബോളിൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, അത്ലറ്റിക് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെള്ളവടി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂർത്തടി ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ കിട്ടിയ പൈസയൊക്കെ ഞാൻ ബാംഗ്ലൂർ വീടുണ്ടാക്കി, അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു, കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് മാനേജർ, ഇപ്പോഴും മാനേജറൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ 2 രാജ്യങ്ങളാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്, കേരളവും ഇന്ത്യയും അമേരിക്കയും. അവിടുത്തെ കാര്യങ്ങളും നോക്കണം, ഇവിടുത്തെ കാര്യങ്ങളും നോക്കണം. അവിടെ മാർഷൽ ആർട്സിന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് എങ്ങനെയാണ്? അത് വലിയ കുഴപ്പമില്ല. ഞാൻ ട്രെയിൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിൻ ചെയ്യണമെന്നാണ് അവിടെ ഉള്ള. ഞാനിപ്പോൾ ഇവിടെ തിരക്കായി കഴിഞ്ഞപ്പം മോനെ ഞാൻ ട്രെയിൻ ചെയ്തായിരുന്നു. ഇപ്പം അവനെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവനിപ്പോൾ ഒരു കംഫു സ്കൂളിൽ പുള്ളിയെ ഇത് ചെയ്തു പഠിക്കുകയാണ്. ഇളയ മോനും അതെ, ഒരു കംഫു സ്കൂളിൽ ഒരു ചൈനീസ് കംഫു മാസ്റ്ററെ വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊഷു എന്ന് പറഞ്ഞൊരു ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പഠിപ്പിച്ചത് മിക്സ് മാർഷൽ ആർട്സാണ്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ടോട്ടലി ഡിഫറെൻറ്റ് മൂവ്മെൻ്റാണ്. ഈ ഊഷു എന്നൊക്കെ പറയുന്ന കുറേയൊക്കെ ഈ ഫ്ലൂയിഡാണ്, ഒരു സർക്കുലർ മൂവ്മെൻറ്റ്സ് ആണ് കൂടുതൽ. എക്സാക്ട്ലി അതും കണക്ട് ആയില്ല, ഈ മാർഷൽ ആർട്സിന്റെ പരിചയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സർക്കുലർ മൂവ്മെന്റ്സ് ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും എല്ലാം. അങ്ങനെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ജർക്കി ആയിട്ടുള്ള ഇതിങ്ങനെ അല്ല, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് വിളിച്ചു. അത് ഇതിനെപ്പറ്റി ഒരു പരിചയമില്ലാത്തവർക്ക് എല്ലാം ഒരേപോലെ അറിയുന്നവർക്ക് നമുക്ക് ഫീൽ ചെയ്യും. കരാട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ജർക്ക് ഫീൽ ചെയ്യും. ഇതുണ്ട്, ഈ ഒരു ജർക്ക് ഫീൽ ചെയ്യും. എന്റെ മകൻ തൈക്കൊണ്ടോ പഠിക്കുന്നു. തൈക്കൊണ്ടോ എന്ന് പറയുന്നത് കൊറിയൻ ആർട്ട് ഓഫ് കിക്കിംഗ്. അതും ഇതുപോലെ ഈ ജർക്ക് മൂവ്മെന്റ് ഫീൽ ചെയ്യും. പക്ഷേ അത് കൊറിയൻ ആർട്ട് ഓഫ് കിക്കിംഗ്. അതിനകത്ത് ഒത്തിരി കിക്സ് ഉണ്ട്. ഞാൻ തൈക്കൊണ്ടോ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. വെരി ഗുഡ്. ഞാൻ തന്നെ പലപ്പോഴും തരണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ തന്നെ പോകാൻ തരുന്നുണ്ട്. അവൻ പഠിച്ചു തരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാ പ്രയോഗിക്കണേ മുഴുവനും. ചേട്ടാ, നമ്മള് വേറൊരു വലിയൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ബസൂക്ക. ഈ ബസൂക്കയിലെ കഥാപാത്രം, കാരണം ഈ ട്രെയിലർ ഇറങ്ങുന്ന സമയം വരെയൊന്നും അധികമൊന്നും കാര്യം ചേട്ടൻ്റെ ഒന്നും അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷെ അറിയുന്നവർക്ക് തന്നെ ചേട്ടൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറയാം. എന്താണ് കഥാപാത്രം? എന്തൊക്കെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രേക്ഷകരോട് പറയാൻ പറ്റും? അതെനിക്കറിയാമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല ചേട്ടൻ, അത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കാണുമ്പോൾ ഉള്ളത് ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മൾ കാണാം. ഡയറക്ടർ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, ആരോടും പറയണ്ട, സ്റ്റിൽസ് ഒന്നും പുറത്ത് വിടരുത്. ഞാൻ അറിയാതെ 1-2 സ്റ്റിൽസ് ബൈക്കിലിരിക്കുന്നത് കണ്ടിട്ടാണ്. അപ്പോഴേ എന്നെ ഡയറക്ടർ വിളിച്ചു. മിടുക്കൻ ഡയറക്ടറാണ് കേട്ടോ, മറ്റേ ഡീനു, നല്ല ഭാവിയുള്ള. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും, ഇപ്പം മരണമാസത്തിലെ ശിവ ആണെങ്കിലും, സാഹസത്തിലെ നമ്മുടെ ബിപിൻ കൃഷ്ണ ആണെങ്കിലും, മറ്റേ ഇപ്പം ഫഹദിൻ്റെ കൂടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു, അത് പിന്നെ അൽത്താഫ്. പിന്നെ
ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും നല്ല നല്ല ഡീനു എല്ലാം നല്ല ചെറുപ്പക്കാരും നല്ല വണ്ടർഫുൾ ഫീച്ചേഴ്സുള്ള ഡയറക്ടേഴ്സാണ്. അങ്ങനെ ഭയങ്കര ലക്കാണ് ഇങ്ങനെ ഒരുപാട് പേരോട്. മണികണ്ഠൻ്റെ കൂടെ വർക്ക് ചെയ്തു, ഇപ്പം മിത്രൻ്റെ കൂടെ വർക്ക് ചെയ്തു തമിഴിലൊക്കെ. അപ്പോൾ അവരൊക്കെ വെരി പ്രോമിസിങ് ഡയറക്ടേഴ്സ്. ഈ ബസുവൊക്കെ പറ്റിയുള്ള നിറഞ്ഞ സദസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസുവൊക്കെ പറ്റിയുള്ള പ്രതീക്ഷകളൊക്കെ ചേട്ടൻ എന്തായാലും ശരിക്കും, കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്ക അടിപൊളി ലുക്കാണ്. കാരണം അത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അതുപോലെ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിൽ തോന്നി ട്രെയിലർ ഞാൻ ഇല്ലല്ലോ, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. സർപ്രൈസ് ക്യാരക്ടറാണ്. ഇപ്പൊ ഈ മമ്മൂക്കായിട്ടുള്ള ഒരു ലൊക്കേഷൻ സൗഹൃദങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയാലോ? അത് തീർച്ചയായിട്ടും നല്ല സൗഹൃദമാണ്. പക്ഷെ നമ്മളങ്ങനെ ഒരു വലിയ വാചകടിയും ഒരു സീനിയർ ഡയറക്ടർ എന്നുള്ള ആക്ട്രസ് എന്നുള്ള രീതി പുള്ളി ഒരു പെഡസ്റ്റലിൽ നമ്മൾ വെച്ചിരിക്കുകയാണല്ലോ ഇവരെയൊക്കെ. ആ ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉള്ളൂ. അദ്ദേഹം തിരിച്ച് ഇപ്പൊ ഒരു ചേട്ടൻ ഇപ്പൊ പറഞ്ഞു എല്ലായിടത്തും ഒരു കൈകളെ ഇട്ടിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത് പറഞ്ഞു. അദ്ദേഹം ആ കൈകളെ മാറ്റി വരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ വരും പുള്ളി, ചിലപ്പോഴൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പുള്ളി ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സോൾ ഗോസ് ഓൺ അങ്ങനെയൊക്കെയുള്ള ചില സംഭാഷണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ അങ്ങനെയൊക്കെ ചോദിക്കും പുള്ളി പ്ലാനിങ്ങിൽ വരുന്നത്. പിന്നെ പുള്ളി ഫുഡൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും തരും, വീട്ടിൽ എനിക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ബസുകളുടെ ഷൂട്ട് നടക്കുകയാണ്. എനിക്ക് ഉമ്മൻചാണ്ടി സാറ് മരിച്ച വർഷം ഞാൻ 2 വർഷമായിരുന്നല്ലേ, അദ്ദേഹം അതൊരു വർഷമാണോ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ദിവസം ഞാൻ ആ ദിവസമാണ് ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ സിയാൽ ആ സമയം അവിടെ ആയിരുന്നു. അപ്പം അദ്ദേഹം വിഷമിച്ച് മീഡിയക്ക് ഒന്നും ബൈറ്റ് തരാണ്ട് അദ്ദേഹം പോയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേരം ഈ ലുക്ക് കണ്ട് നമ്മളെല്ലാം അന്തം വിട്ട് നല്ല ലുക്കാണ് അത്. പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഡീനു ഡെന്നിസിന്റെ. ഈ നെഗറ്റീവ് കഥാപാത്രമാണോ പോസിറ്റീവ് കഥാപാത്രമാണോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, കാരണം ഓൺലൈൻ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞു. അത് ഇനിയും കാണാനുണ്ടല്ലോ ആൾക്കാർ, അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും പറയല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. അത് ഡയറക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പുള്ളി എന്നോട് പറയണം. ഇനിയിപ്പോ ബാബു പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്തതാണ് ഈ ഇടുക്കി ഗോൾഡ് കണ്ടപ്പോ അതിനകത്ത് ഒരു സെൽഫ് ട്രോൾ അടിക്കുന്നുണ്ട്. അതായത് ഒരു എന്താണ് തേനീച്ചയുടെ കാര്യം പറഞ്ഞപ്പോ അതെങ്ങനെയാ തേനീച്ച കുത്തിയാൽ എക്സ്പ്രഷൻ വരാത്ത മുഖമാണെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ വളരെ ഗൗരവത്തിൽ നോക്കും. അപ്പൊ എല്ലാവരും ഗൗരവത്തിൽ നോക്കും, പൊട്ടിച്ചിരിക്കും. അതൊരു സെൽഫ് ട്രോൾ പോലെ അടിക്കുന്ന ഒരു സാധനമാണ്. അതെങ്ങനെ വില്ലിങ്ങായി? അല്ല, ഞാൻ ബേസിക്കലി വളരെ സെറ്റിൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ആളാണ്. വെറുതെ ആവശ്യമില്ലാതെ ഫേസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമാളികൾ കാണിക്കും, കൈയും കാലും കെടുത്ത് ഇങ്ങനെ. അത് കൺവെൻഷണൽ വേ ഓഫ് പെർഫോമൻസ് ഞാൻ ഒരിക്കലും ഫോളോ ചെയ്യാറില്ല. വളരെ സെറ്റിലായിട്ട്, കാരണം നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ നാടകം പോലെയല്ല. നാടകം സ്റ്റേജിൽ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. സിനിമയിൽ നമുക്ക് ക്ലോസ് പോകാം, അപ്പോൾ ചെറുതായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സ്ക്രിപ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട്, സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ ഹെൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ വളരെ സെറ്റിലായിട്ട്, ഇപ്പോൾ പൂന് പുതിയ പോകുന്നില്ല, ജസ്റ്റ് വന്ന് നിന്ന് നോക്കിയിട്ട് പോകുന്നേ ഉള്ളൂ, പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതെ, ആ സെറ്റിലായിട്ടുള്ള പെർഫോമൻസാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഫേസ് കൊണ്ട് എന്ത് കോമാളിത്തരം വേണം നമുക്ക് കാണാം. ഞാൻ ശരിക്കും ഒരു കോമാളിയാണ് ജീവിതത്തിൽ. അതെ, ഒരുപാട് തമാശകളും അങ്ങനെ തമാശകൾ പറയുന്നൊരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഫേഷ്യൽ ഫിക്സർ ഒന്നും എനിക്കില്ല. പിന്നെ അങ്ങനത്തെ അന്ന് അങ്ങനെയുള്ള പെർഫോമൻസ് ആൾക്കാർ കണ്ടിട്ടില്ല അധികം. അപ്പോൾ അപ്പോൾ അത് ഇവന് അങ്ങനെ ആൾക്കാർ തോന്നി. അതെ. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈശാലി ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഇടുക്കി ഗോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ എനിക്ക് പേഴ്സണലി ഞാൻ 2-3 തവണ കണ്ടിട്ടുള്ള സിനിമയാണ് കൂടിക്കാഴ്ച. എനിക്ക് ജയറാമേട്ടൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, സുകുമാരൻ സാറ്, ബാബു നമ്പൂരി സാറ്, യുവറാജ് ചേച്ചി, എല്ലാവരും ഉള്ള ഒരു സിനിമയാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് കൂടിക്കാഴ്ച. ശരിക്കും ജനകീയമായ സിനിമയായിരുന്നു അത്. വലിയ ഹിറ്റായ ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ആരും അങ്ങനെ പരാമർശങ്ങൾ ഒന്നും നടത്തുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു അപ്പോൾ, സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. നല്ല റവന്യൂയും കിട്ടി. അതുപോലെ തന്നെ 15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണത്. 15 ദിവസം കൊണ്ട് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഒരു സിനിമ 15 ദിവസം കൊണ്ട്. നമുക്ക് ഇപ്പോഴും ഷൂട്ട് ചെയ്യാം. ഒരു 10-30 ദിവസം, 20 ദിവസം കൊണ്ടൊക്കെ ഞാനിപ്പോഴും അത്യാവശ്യം 2 ആക്ഷനും 3 ആക്ഷനുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പ്രീ പ്രൊഡക്ഷൻ സമയം അത്രയും വേണ്ടി വരുന്നേ ഉള്ളൂ. അല്ല, അത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരുപാട് വേസ്റ്റ് നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ, ഒരുപാട് വേസ്റ്റ് ഓഫ് ടൈം നടക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ജഗദീഷ് ശ്രീകുമാർ സാറ് അമരം എന്ന് പറഞ്ഞ പടം അത്ര 17 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. വൈശാലി 40 ദിവസം. വൈശാലിയാണ് ഭരതേട്ടൻ്റെ ഏറ്റവും
ലെങ്തിലോ പോയ സിനിമ പൊന്നിയിൻ സെൽവൻ എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാന്നറിയാം? പാർട്ട് 1 and 2 ഇല്ല 125 days. രണ്ടും അത്ര ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത്രയും നാള് പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് അത്രയും പ്ലാനിങ്ങോടുകൂടിയാണ്. അത് പ്ലാനിങ്ങും പിന്നെ ഷോർട്സിനെ പറ്റിയുള്ള തറവാണ് ഓരോ എന്തെടുക്കണം, എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം, ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നുള്ളത് എന്നുള്ള അതാണ് ഏറ്റവും എന്തെടുക്കണ്ടെന്നുള്ള ഒരു അറിവുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ലൊക്കേഷൻ അതെടുക്കാം ഇതെടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരുപാട് പിന്നെ മോണിറ്റർ നോക്കി ഒരുപാട് സമയം കളയും ആൾക്കാർ. ഓരോ ഷോട്ടും പോയിട്ട് വന്ന് റിപ്പീറ്റ് ചെയ്ത് ഒരാൾ വന്ന് നോക്കും, അടുത്ത ആൾ വന്ന് നോക്കും. അങ്ങനെ ടൈം ഈസ് മണി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം നമ്മൾ സ്കിപ്പ് ആയിപ്പോയായിരുന്നു. ഈ സാമ്പത്തിക അച്ചടക്കമായിരുന്നു ചേട്ടൻ ഞാൻ ചോദിച്ചതിന് ഉത്തരവായിട്ട് പറഞ്ഞത്. അതിന് മുന്നേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ 7 സിനിമ 8 സിനിമയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അന്ന് ഈ ഫോൺ കോമൺ ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ അല്ല, ചേട്ടൻ മാനേജ് ചെയ്യാൻ വേണ്ടി ആളില്ല, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്. ഈ ടൈം മാനേജ്മെന്റും കാര്യങ്ങളും വളരെ ഇതായിട്ട് ഭയങ്കര നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് അങ്ങനെ സംഭവിച്ച് പോകും. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ടല്ല അങ്ങനെ പോയിട്ടുണ്ട്. ഈ എപ്പോഴെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഡേറ്റ് മറന്നുപോയി ചെല്ലുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. അത് എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മളത് ഇല്ല, അതൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ച് അങ്ങനെ ആ ഒരു അടുത്ത ഒരു 7-8 days ഉള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ റിമൈൻഡേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും നമ്മൾ തന്നെ. അങ്ങനെയാണല്ലേ? ഇപ്പൊ പിന്നെ ഞാൻ അലാമിലൊന്നും വിശ്വസിക്കുന്നില്ല. രാവിലെ എഴുതാക്കാൻ മാത്രമല്ല അലാം കൊടുക്കും. ഈ ചേട്ടൻ ഇപ്പം ചേട്ടന്റെ സിനിമകളെ അടുത്ത് ചേച്ചിയും മക്കളും കണ്ട സിനിമകൾ ഏതാണ്? RDX കണ്ടു, അവിടെ US കണ്ടു, അവിടെ കണ്ടു. പിന്നെ അവർ ഇടുക്കി ഗോൾഡ് കണ്ടു. പിന്നെ കണ്ടത് മദനോത്സവം അവിടെ കണ്ടു. അതിപ്പം പിന്നെ OTT-ലുണ്ടല്ലോ കാണാം. തിയേറ്ററിൽ ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറയാൻ മിസ്സായിപ്പോയി, കണ്ടില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് അത് കണ്ടാൽ മനസ്സിലാവില്ല. ആർത്തറിന് മനസ്സിലാവും, അത് മൊത്തം ഡയലോഗ് ഓറിയന്റഡ് ആയിട്ട്. അതുകൊണ്ട് തന്നെ OTT-ൽ സബ്ടൈറ്റിലൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഈ ഇത്രയും വർഷമായതുകൊണ്ട് അവർക്കൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവില്ല. അവരുടെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് നടനാണെന്നുള്ളതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടുണ്ടാവും. പുള്ളിക്കാരി ഒരിക്കലും ഒരു അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് വന്ന ആളല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പുള്ളിക്ക് അറിയില്ല. അതാണ് അത്. പുള്ളി എപ്പോഴും ഒരു ഹസ്ബൻഡ്, പുള്ളി സ്നേഹിക്കുന്ന ഒരാൾ, ഒരു പിതാവ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേ ഉള്ളൂ. ഞാനൊക്കെ നമ്മുടെ തന്നെ ഒരാൾ ചേട്ടൻ പറഞ്ഞത്, ചേട്ടനും കല്യാണം കഴിഞ്ഞ ചേട്ടനും ചേച്ചിയും കൂടി കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മച്ചി ഡോറ് തുറന്നു കൊടുത്തിട്ട് ആ പിള്ളേരെ താഴെ പോയി എഴുന്നേക്കുമ്പോൾ ചുറ്റും മാലാഹമാരെ പോലെ പിള്ളേര് 40-45 പിള്ളേര് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഓർഡർ അല്ലാതെ. അതെ, ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ ഓടിയ ഒരു സാധനമാണത്. ഭയങ്കരമായിട്ട് റീല് കട്ടുപോയ ഒരു സാധനമാണ്. ഈ എന്റെ ഭാര്യ ഞെട്ടിപ്പോയി, എന്താ സംഭവം കിടന്നുണ്ടെങ്കിൽ കണ്ണുറങ്ങുമ്പോൾ ചുറ്റും ആൾക്കാര്. ഈ ചേട്ടന്റെ ഒരു ഫാൻസ് വന്ന് വളയുന്നു, അല്ലെങ്കിൽ എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നു. ഈ ഒരു ക്രൗഡിനെ കാണുമ്പോൾ ഫാമിലിയുടെ ഒരു റിയാക്ഷൻ എന്താണ്? അവരൊന്ന് ഉൾവലിഞ്ഞ് മാറി നിൽക്കും. ആർത്തറൊക്കെ ആണെങ്കിൽ ഉൾവലിഞ്ഞൊന്ന് മാറി നിൽക്കും. അത് ഇപ്പൊ ആർത്തറിന്റെയും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അറിയാതെ പോസ്റ്റുകളിൽ കൂടെ ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ള ഇതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച് പറഞ്ഞു, ഈ 95, 94, 93 കാലഘട്ടങ്ങളിലാണ് 8 സിനിമകളോളം അഭിനയിച്ചത്. അവിടെ നിന്ന് പിന്നീട് ഒരു വലിയ ഒരു ക്രൈസിസ് വരുന്നു, കരിയറിൽ വലിയൊരു ബ്രേക്ക് വരുന്നു. പിന്നീട് ഇടയ്ക്കായിട്ട് തിരിച്ചു വന്ന് ഇപ്പോൾ ഫുൾ സ്വിംഗിൽ ചേട്ടൻ്റെ കരിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അറിവ് കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു മാസം 3-4 റിലീസ്, ഒരു മാസം 4 റിലീസിലേക്ക് എന്നുള്ള രീതിയിലേക്ക് തിരക്കുകളിലേക്ക് തിരിച്ചു ചേട്ടൻ കയറി വന്നത്. അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ്. അതൊന്നും നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ലേ. ഇപ്പൊ ഈ മാസം ബസുക്ക ഉണ്ട്, ഇപ്പൊ ബസുക്കയിലുണ്ടെന്നുള്ള ഉറപ്പായല്ലേ. പിന്നെ സാഹസം കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ബസുക്ക, പിന്നെ മരണമാസ്, പിന്നെ കേക്ക് സ്റ്റോറി ഒരു നല്ല ബ്യൂട്ടിഫുൾ സിനിമയാണ്. സുനിലും ഞാനും കൂടെ വളരെ ചന്തയ്ക്കൊക്കെ ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു കേക്ക് സ്റ്റോറി. വളരെ മനോഹരമായ സിനിമയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടു, ഡബിങ്ങിൻ്റെ സമയത്തൊക്കെ കണ്ടു. എനിക്ക് തന്നെ പോയി എനിക്കിട്ട് അടി കൊടുക്കാൻ തോന്നുന്നത്. വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നാടോടിയിലൊക്കെ പോലെ ഒരു അതല്ല, ജാക്സൺ വേറൊരു സംഭവമാണ്, പക്ഷെ ഇതൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. പക്ഷെ നല്ല രസമുള്ളതായിട്ട് ഇങ്ങനെ മൊത്തം കഥ ഇങ്ങനെ നല്ലൊരു സ്റ്റോറിയാണ്. ഈ കൊച്ചു സിനിമ, ചെറിയൊരു സിനിമ. ഈ സിനിമ ഇല്ലാതെ ഒരു മാസം 3 റിലീസുകളിലേക്ക് വരുന്ന ഒരു തിരക്ക് ഇപ്പൊ എങ്ങനെ എൻജോയ് ചെയ്യണം? ഞാൻ ഈയിടെ അത് കാൽക്കുലേറ്റ് ചെയ്തു. ഞാനേ ചോദിച്ചു, ഞാൻ വൈഫിനോട് പറഞ്ഞു, ഈ പടം ഓ മൈ ഗുഡ്നസ്, ഇതെല്ലാം ഈ മാസമാണല്ലോ എന്ന്. മിനിഞ്ഞാന്നാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിങ്ങനെ പടങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളത്
ഈ ഒരു ഹാപ്പിനെസ് ഈ ഒരു തിരക്ക് ഇപ്പൊ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഐ ഹിറ്റ് റോക്ക് ബോട്ടം വൺ ടൈം. അവിടുന്ന് ഒരു എന്താ പറയുക, സർഫസ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് പിന്നെ നീന്തി തുടിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. അത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, നമുക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് അതൊക്കെ സംഭവിച്ചതാണ്. ചേട്ടാ ഏതെങ്കിലും ഈ ഒരു ഫാൻ ഗേൾ മൊമെന്റ് അല്ലെങ്കിൽ ഫാൻ ബോയ് മൊമെന്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? മീൻ ചേട്ടൻ അങ്ങോട്ടല്ല, ചേട്ടനെ തേടി ഒരാൾ ഇഷ്ടം പോലെ ഒരുപാട് ഒരിക്കലും മറക്കില്ലാത്ത ഒരു ഇൻസിഡന്റ് ഉണ്ട്. കാരണം ഷോക്കിംഗ് ആയി പോയതോ അല്ലെങ്കിൽ ചേട്ടൻ ഞെട്ടിയതോ അല്ലെങ്കിൽ ഫൺ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് പറയാം? അത് ഞാൻ പറയാം. എനിക്കൊന്ന് ഒരു സിനിമകളും ചെയ്യാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് സംഭവിച്ചത്. ഞാനും വൈഫും കുട്ടികളും കൂടെ, ആർത്തറും അലക്സും ഒക്കെ ആർത്തറിന് 5 വയസ്സും അലക്സിന് 1 വയസ്സും അങ്ങാടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വയനാടിന് പോകുമായിരുന്നു, ചുമ്മാ ഒരു യാത്ര പോകും. വണ്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രൈവ് പോവാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചെറിയ 2 സ്നാക്കാണ് കഴിച്ചിട്ടിരുന്നത്. അപ്പോൾ കുറേ ഒരു ഫാമിലി വന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ 2 ടീനേജ് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരും വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോയി, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അന്ന് സിനിമകളൊന്നും ചെയ്യുന്ന സമയമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വണ്ടിയൊക്കെ കയറി പോകാൻ തുടങ്ങി. ഞാൻ ചുമ്മാ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിലൊരു പെൺകുട്ടി പോയിട്ട് ഞാൻ ഉപയോഗിച്ച നാപ്കിൻ എടുത്തുകൊണ്ട് പോകുന്നു. കിടുങ്ങിപ്പോയി. ഞാൻ കയ്യിൽ തുടച്ചൊക്കെ വെച്ചിരുന്ന നാപ്കിൻ ഈ പെൺകുട്ടി പോയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പയ്യെ എടുത്തോണ്ട് തോന്നുന്നു. ചേട്ടൻ കണ്ടില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു. വൈഫും വാസ് വെരി ഷോക്ക്ഡ്. അത് വലിയൊരു ഷോക്കിംഗ്. അതും ആ സമയത്ത് സിനിമകളൊന്നും ചെയ്യാത്തൊരു സമയമാണ്. അതൊരു ടീനേജ് പെൺകുട്ടി. അത് ഞാൻ എപ്പോഴും മറക്കത്തില്ല. ഞാൻ ചുമ്മാ തിരിഞ്ഞു നോക്കിയതാ. അപ്പം ഇങ്ങനെ ഞാൻ കണ്ടതായിട്ട് ഭാവിച്ചില്ല. പെൺകുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. അത് ഭയങ്കര ഭാഗ്യമല്ലേ? പിന്നെ ഭയങ്കര ഭാഗ്യമാണ്. അറിയപ്പെടുക, ആ ഒരു സ്നേഹം ഇന്നും നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു മൈ വൈഫ് വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. കാരണം അവരൊന്നും ഇങ്ങനെ നാപ്കിൻ ഉപയോഗിച്ചൊന്നും ഒക്കെ വളരെ ക്ലീൻ, അവർ തൊടുപോലുമില്ല. US കൾച്ചർ വെച്ചിട്ട് അതേപോലെ നാളെ വല്ലയിടത്തും സേഫായിട്ട് വെക്കത്തോ അല്ലെങ്കിൽ ആരും ബാഗിനകത്തിട്ട് കളയോ അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മൾ ഹോട്ടലായതുകൊണ്ട് അവിടെ പാത്രത്തിൽ വെച്ചിട്ട് പോയി വണ്ടിയൊക്കെ ഒരു ഡ്രൈവ് ചുമ്മാ തിരിഞ്ഞു നോക്കിയതാണ്. പിന്നെ ഒരു പ്രാവശ്യം ഞാനും വൈഫും കൂടെ തേക്കടിക്ക് പോയപ്പോൾ വഴിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ തടഞ്ഞു നിർത്തി. അപ്പോൾ കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്തിട്ട് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനായിട്ട് വന്നു. വൈഫിന് ആപ്പാടെ പ്രശ്നമായി, അങ്ങനെയൊക്കെയുള്ള ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫാൻസൊക്കെ വീട്ടിലൊക്കെ വരുന്നത്, അവരൊക്കെ വർഷങ്ങളായിട്ട് വീടിന് ചുറ്റും നടക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്നോട് കരഞ്ഞത് കരയാണ്, ലിറ്ററലി ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് ഇങ്ങനെ കരയാണ്. ഈ ചെയ്ത് വെച്ച നമ്മുടെ മനസ്സിൽ കയറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളിനെ മുമ്പിൽ കാണുമ്പോൾ ഉള്ള അറിയാതെ പൊട്ടുന്നതാണ് സ്നേഹവും കരച്ചിലും എല്ലാമായിട്ട് പുറത്തു വരുന്നതാണ്. അത് ഞാനും പറഞ്ഞു. ഇപ്പം ഞാൻ ബ്രൂസ്ലി എന്തെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഗോഡ്, നോ മോർ. എനിക്ക് ആ ഒരു ഫീലിംഗ് ആയിരിക്കും. ഒരു പക്ഷേ ഞാനും കരയും. അത്ര ആരാധനയാണ് എനിക്ക് ബ്രൂസ്ലിയോട്. അപ്പോൾ എനിക്കത് മനസ്സിലാവും. ഐ എം എ ഫാൻ ബോയ് ഓഫ് സംബഡി. അതുകൊണ്ട് എൻ്റെ ഫാൻ ബോയുടെ ഫീലിംഗ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു ഫോട്ടോയ്ക്ക് നോ പറയത്തില്ല. എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. എല്ലാവരുടെയും കൂടെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ സമയം ഉണ്ടെങ്കിൽ സമയം എടുത്ത് അവരോട് സ്പെൻഡ് ചെയ്തിട്ട് പോകും. അല്ല, ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ചേട്ടൻ ആരെങ്കിലും വന്നാൽ ഫോട്ടോ എടുക്കാൻ നമ്മളെ അമ്മയുടെ ഓഫീസിൽ അവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആരാ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞ് എന്ത് തിരക്കാണെന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിച്ച്. ചില ആൾക്കാർ ഇങ്ങനെ നോക്കും, ഫോട്ടോ ചോദിക്കാൻ മടിയാ, ഞാൻ വരാൻ പറയും, ഫോട്ടോ എടുക്കണം, എടുത്തോളാൻ പറയും. എൻ്റെ വൈഫ് എപ്പോഴും കളിയാക്കും, വഴിയ മുതലെല്ലാം വിളിച്ച് ഫോട്ടോ എടുക്കലാണ് പരിപാടി. കാരണം എനിക്കത് മനസ്സിലാവും. നമുക്കറിയാം, അവർ നോട്ട് നോക്കുമ്പോൾ ചിലർക്ക് മടിയുണ്ടാവും, നല്ല വേണ്ടെന്ന് പറഞ്ഞാലോ ചമ്പലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയും ഫോട്ടോ എടുക്കണം, എടുത്തോളാൻ പറയും. ചേട്ടാ, ഇനിയിപ്പോൾ ഈ മാസം റിലീസ് ചെയ്യുന്ന ഈ 3 സിനിമകളാണ്. ഇനി ചെയ്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ഇനി മലയാളത്തിൽ ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? അത് കുറേ സിനിമകൾ ഇങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഡിസ്കഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൂടുതലൊരു ഹീറോ ലെവലിലേക്കുള്ള സംഭവത്തിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ പക്ക മെയിൻ വില്ലൻ അങ്ങനെയുള്ള ഇച്ചിരിയുടെ കുറച്ചുകൂടെ എന്താ പറയുക സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമകളായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ഈ ചേട്ടനടുത്ത് അപ്രോച്ച് ചെയ്ത് വരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും മുടി വേണം അങ്ങനെ പറയാറുണ്ട്. മെജോറിറ്റി ആൾക്കാർ പറയണം നമ്മുടെ പഴയ ലുക്ക് മുടി, എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മളെ ഇപ്പോൾ കഥാപാത്രങ്ങൾക്ക് അത് മാച്ചാകും. ഓഡിയൻസും പറയാറുണ്ട്, ഒരുപാട് പറയാറുണ്ട്.
അന്നത്തെ ആൾക്കാരൊക്കെ മുടി വളർത്തി പിള്ളേർ പറയുന്നുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ സ്കൂളിൽ കയറ്റാതിരിക്കുക, വീട്ടിൽ കയറ്റാതിരിക്കുക, രാത്രി മുടി വെട്ടിച്ച് കളയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. ചേട്ടനെ പോലെ തന്നെ മുടിയും ആ ഒരു കോസ്റ്റ്യൂമിൽ കിടക്കുന്ന ആളുണ്ട്, ചേട്ടൻ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കുറേ പേരുണ്ട്. പുള്ളി മാത്രമല്ല, പുള്ളി മാത്രമേ ഫേമസ് ആയെന്നേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. ഈ നമ്മളിപ്പോൾ നമുക്ക് ഏറെക്കുറെ അവസാനിപ്പിക്കേണ്ട സമയമായി. എന്നാലും ഒരു ചോദ്യം കൂടി ചോദിച്ച്, നമ്മുടെ ഇപ്പൊ എമ്പുരാൻ റിലീസായി, വിവാദങ്ങൾ ചേട്ടനറിയാം, ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഈ സിനിമയായിട്ട് കാണാതെ ഈ രാഷ്ട്രീയമായിട്ട് കണ്ട് ഇത്രയും കോലാഹലത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കാരണം ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച്. പിന്നെ കട്ട് ചെയ്താണ്ട് 2-3 മിനിറ്റല്ലേ കണ്ടുള്ളൂ. സിനിമ കണ്ട് 3 മണിക്കൂറല്ലേ, 2-3 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ പോയിട്ടുള്ളത്. അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ കട്ടല്ല, ഈ സിനിമയിലെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ഇടതോ വലതോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ രാഷ്ട്രീയം സിനിമയിൽ പറയുന്നത് ഒരു കലയായി കാണാതെ രാഷ്ട്രീയ ഒരു ലോകസഭയും വരെ എത്തിയ ചർച്ച. അത് ഞാൻ പറയാം. ഇപ്പോൾ ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും. അവരെന്ത് സിനിമ ചെയ്യണം, എന്ത് സിനിമ ചെയ്യാതിരിക്കണം എന്ന് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിന് കടിഞ്ഞാണിടുന്നത് നമുക്ക് അതിനുള്ള ബോഡീസ് ഉണ്ട്, അതായത് സെൻസർ ബോഡീസ് ഉണ്ട്, ഗവൺമെൻറ് റൂൾസ് ഉണ്ട്. അതൊക്കെ പാലിക്കുന്നത് നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഓഡിയൻസിന് ചോയ്സ് ഉണ്ട്, എനിക്ക് ഈ സിനിമ കാണണോ, ഞാൻ ഈ സിനിമ കാണണോ. അതല്ലാതെ വിവാദത്തിനൊന്നും ഒരു സ്ഥാനമില്ല. വിവാദത്തിന് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ വിവാദം ഉണ്ടാക്കാറുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, ചില ആൾക്കാർ വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ട്. ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കലയിലധികം രാഷ്ട്രീയവൽക്കരണം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, പക്ഷേ ദർ ആർ സോ മെനി അതർ വേസ് യു ക്യാൻ എക്സ്പ്രസ് യുവർ ഐഡിയാസ്. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ പാർട്ടി, അല്ലേ? സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിയിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക. 4 പേരുള്ളതിലും ഇപ്പോഴും മീഡിയയിൽ വരാമല്ലോ, ഫേസ്ബുക്കിലൊക്കെ. സോ വെൻ യു ഗീവ് സച്ച് എ ബിഗ് ഓഡിയൻസ് ഒരു ട്രീറ്റ് കൊടുക്കുമ്പം അവരുടെ ഓഡിയൻസിൻ്റെ മൊത്തം അവരോടുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അവരിൽ നിന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക, നമ്മുടെ ഐഡിയാസ് അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരിഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. പിന്നെ ചില എന്താ പറയുക, ലെസൺസ് അല്ലെങ്കിൽ ഒരു ഐഡിയ, നല്ല കാര്യങ്ങൾ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക്. എന്നെ പറഞ്ഞ് ഞാൻ മറന്നുപോയി, ഒരു എന്താ പറയുന്നത്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഉപദേശം ഉണ്ടെന്ന് പറയല്ലേ, അതൊരു മെസ്സേജ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഐഡിയാസ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് കോൾഡ് എ കൈൻഡ് ഓഫ് സിനിമ കോൾഡ് പേഴ്സണൽ സിനിമ. Personal cinema. That's my cinema. You want to see it, you see it. After all, this is my cinema. That's called personal cinema. The other cinema is for the public. This is for you. I am different. My ideas are different. ഉത്തരം ക്ലിയർ ആണ്, 100% ക്ലിയർ ആണ് ഉത്തരം. ഇതിനപ്പുറം വേറെ അതിനകത്ത് ചോദിക്കാമല്ല, പെർഫെക്റ്റ് ക്ലിയർ ആണ് ഉത്തരം. ചേട്ടൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആരും ഒന്നും ചേട്ടൻ ഇതുവരെ സംസാരിക്കുന്നു അങ്ങനെയൊന്നും കാര്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണോ, വോട്ട് ചെയ്യുമ്പോഴും അതോ ആളെ നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന ഒരാളാണോ? എന്താണ് രാഷ്ട്രീയം? എൻ്റെ രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയം ഇല്ലെന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ശരിക്കും അറിയത്തില്ല. പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പീപ്പിൾ മേക്ക് ദ കൺട്രി വാട്ട് എവർ ഇറ്റ് ഇസ്. ജനങ്ങളാണ് ഒരു രാജ്യം നിർമ്മിക്കുന്നത്. അത് ലീഡറാകാം, ലീഡറിലല്ലാത്ത ആളാകാം, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിബഡി. പിന്നെ നമ്മളൊരു ലീഡറായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ആ സൊസൈറ്റി നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അത് രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ലീഡറായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ആ രാജ്യം നന്നാവുള്ളൂ. അതാരാ ചൂസ് ചെയ്യുന്നത്? പീപ്പിൾ ആർ ചൂസ് ചെയ്യുന്നത്. സോ പീപ്പിൾ മേക്ക് ദ കൺട്രി. ദാറ്റ് ഈസ് മൈ പൊളിറ്റിക്സ്. അവിടെയോ ഉത്തരം ചേട്ടാ. അപ്പൊ നമ്മളെനിക്ക് ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും ഇതുപോലെ തന്നെ തിരക്കുകൾ കൂടി വരട്ടെ, നായകനായിട്ട് കാണാൻ പറ്റട്ടെ, തുടർന്ന് എല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.